ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 70 മുതൽ 72 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 3-ാം വാക്യം. ഓബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരം വിചാരിപ്പുകാരിൽ ഒരാളായിരുന്നു ഓബദ്യാവ്. യാഹ്വയുടെ ദാസൻ എന്നതാണ് ഓബദ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം. ഓബദ്യാവ് എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും കാണപ്പെടുന്നു. രാജ്യത്തിൽ പ്രധാന ചുമതല വഹിച്ചിരുന്ന വ്യക്തിയും ആയിരുന്നു ഓബദ്യാവ്. കൊട്ടാരം വക വസ്തുക്കൾ, വിദേശ വ്യാപാരം, ഖനനം തുടങ്ങിയവയെല്ലാം ഓബദ്യാവിൻ്റെ കീഴിൽ വരുന്നവയായിരുന്നു. അങ്ങനെയെങ്കിൽ ഓബദ്യാവിനെ നമുക്ക് ഗൃഹവിചാരകൻ എന്ന നിലയിലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രഭാതത്തിൽ ഓബദ്യാവിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, യഹോവ ഭക്തനായിരുന്നു ഓബദ്യാവ്. നാം കുറിവാക്യത്തിൽ വായിച്ചു കേട്ടതുപോലെ ഓബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇസബേൽ തുടങ്ങിവെച്ച ബാൽ ആരാധനയെ എതിർത്ത വിശ്വാസികളെയും പ്രവാചകരെയും ഇസബേൽ പീഡിപ്പിച്ചപ്പോൾ അവർക്ക് പിന്തുണ നൽകി സംരക്ഷിച്ചത് ഈ ഭക്തനായ മനുഷ്യനായിരുന്നു. ഇസബേൽ യഹോവ ഭക്തരായ പ്രവാചകന്മാരെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് അവരെ രക്ഷിച്ചു എന്നാണ് നമുക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ആ ക്ഷാമകാലത്ത് ആഹാബ് രാജാവ് ഓബദ്യാവിനോട് പറയുന്നുണ്ട്, നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക. നമ്മുടെ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ നമ്മുടെ മൃഗങ്ങളെയൊക്കെ രക്ഷിപ്പാൻ ഒരു പക്ഷേ നമുക്ക് പുല്ല് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേശത്തെല്ലാം സഞ്ചരിക്കുകയും ആ ദേശം മുഴുവനായും പകുതി ആഹാബ് രാജാവും പകുതി സ്ഥലം സന്ദർശിക്കുവാൻ ഓബദ്യാവിനെയും ആഹാബ് രാജാവ് പറഞ്ഞു വിടുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഓബദ്യാവ് ദൈവത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്തു എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രവാചകനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഓബദ്യാവ്. ആഹാബ് രാജാവ് കൽപ്പിക്കുന്നതനുസരിച്ച് ഓബദ്യാവ് ആ രാജ്യത്തിൽ വെള്ളം ഉള്ള അല്ലെങ്കിൽ നീരോട്ടമുള്ള പ്രദേശം അന്വേഷിച്ച് യാത്ര തിരിക്കുമ്പോൾ ആ വഴിയിൽ ഏലിയ പ്രവാചകൻ എതിരേറ്റ് വരുന്നത് കണ്ടു. അത് കണ്ട ഉടനെ ഓബദ്യാവ് ഏലിയ പ്രവാചകനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകനായ ഏലിയാവോ എന്ന് ചോദിക്കുന്നു. ഉടനെ പ്രവാചകൻ പറയുന്നു, നീ ചെന്ന് യജമാനനായ രാജാവിനോട് ബോധിപ്പിക്കുക, ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്ന്. എന്നാൽ യഹോവ ഭക്തനായ ഏലിയാവിനോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ കാരണം ഓബദ്യാവ് ഇപ്രകാരം പറയുന്നു, എനിക്ക് രാജാവിനോട് അങ്ങനെ പറയുവാനായിട്ട് സാധ്യമല്ല എന്ന്. അങ്ങനെ ദീർഘനേരത്തെ അവരുടെ ചർച്ചയ്ക്ക് ശേഷം ഓബദ്യാവ് ചെന്ന് ആഹാബ് രാജാവിനോട് ഏലിയ പ്രവാചകൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള വസ്തുത അറിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഓബദ്യാവിൻ്റെ ജീവിതത്തിൽ നിന്നും യഹോവ ഭക്തനായിരുന്നു ഓബദ്യാവെന്നും അതുമാത്രമല്ല ദൈവത്തിൻ്റെ പ്രവാചകനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഓബദ്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് ദൈവമക്കളെ ആദരിക്കുന്നതിന് നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒരു രാജ്യം മുഴുവൻ അന്യദൈവങ്ങളെ ആരാധിച്ചപ്പോൾ അവിടുത്തെ രാജാവ് അന്യദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയപ്പോൾ യഹോവ ഭക്തനായ അല്ലെങ്കിൽ യഹോവയെ മാത്രം ആരാധിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായല്ലോ. മാത്രമല്ല ദൈവത്തിൻ്റെ പ്രവാചകരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഓബദ്യാവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത്തരത്തിൽ ദൈവമക്കളെ ബഹുമാനിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.